പശ്ചിമ ബംഗാളിൻ്റെ തലസ്ഥാനമായ കാൽക്കട്ട നഗരം വലിയ ജനകീയ പ്രക്ഷോഭത്തിൻ്റെ ചുഴിയിൽ അമർന്നു പോവുകയാണ്. കാര്യം നിങ്ങൾ അറിഞ്ഞു കാണും എന്ന് വിചാരിക്കുന്നു. അവിടുത്തെ ഒരു പ്രസിദ്ധമായ സർക്കാർ ആശുപത്രിയിൽ ഒരു യുവ ഡോക്ടർ അതിഭയങ്കരമായ ലൈംഗിക പീഡനത്തിനും കൊലപാതകത്തിനും ഇരയായി എന്നുള്ളതാണ്. അവരുടെ ദേഹത്തുള്ള മുറിവുകൾ സൂചിപ്പിക്കുന്നത് വലിയ അതിക്രമത്തിന് ഈ യുവതി വിധേയയായി. അതിഭയങ്കരമായ ലൈംഗിക ആക്രമണം അവർ നേരിടേണ്ടി വന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് ജനങ്ങൾ കോപാകുലരായി. അതിന് പല കാരണങ്ങളുണ്ട്. ഈ ലൈംഗിക പീഡനങ്ങൾ അല്ലെങ്കിൽ ബലാത്സംഗ കൊലപാതകമൊന്നും നമ്മുടെ രാജ്യത്ത് പുതുമയുള്ള കാര്യമല്ല. അതൊക്കെ ഈ നായനാർ പറഞ്ഞ പോലെ ചായ കുടിക്കുന്ന പോലെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. ഒരു വികസിത രാജ്യം എന്ന് പറയാൻ പറ്റില്ല, ഒരു അവികസിത രാജ്യം, ഒരു വികസ്വര രാജ്യമാണ്, മൂന്നാം ലോക രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് ഇതിലൊന്നും വലിയ പുതുമയൊന്നുമില്ല. പത്രത്തിൽ വരുന്നതിന് മാത്രമേ പ്രാധാന്യമുള്ളൂ. ഇവിടുത്തെ പ്രത്യേകത ഒന്ന്, ഇത് നടന്ന സ്ഥലം ഒരു സർക്കാർ ആശുപത്രിയാണ്. സർക്കാരിൻ്റെ ആ ഒരു സേവകയാണ് ഇതിൽ കൊല ചെയ്യപ്പെട്ട സ്ത്രീ, ഒരു വനിതാ ഡോക്ടറാണ്. അവരെ കൊലപ്പെടുത്തിയത് ഒരു സന്നദ്ധ പ്രവർത്തകനാണ് എന്ന് പോലീസ് പറയുന്നു. അതല്ല, വേറെ പല ആളുകൾക്ക് പങ്കുണ്ട് എന്നാണ് മറ്റുള്ളവർ ആരോപിക്കുന്നത്. പെൺകുട്ടിയുടെ മാതാപിതാക്കളടക്കം ആരോപിക്കുന്നത്. ഇയാൾ മാത്രമല്ല, മറ്റ് പ്രതികളുമുണ്ട്. മറ്റ് പ്രതികളെ പോലീസും അധികാരികളും ചേർന്ന് സംരക്ഷിക്കുന്നു എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് കൽക്കട്ട ഹൈക്കോടതിയിൽ റിട്ട് ഹർജി ഉണ്ടായിരുന്നു. ഹൈക്കോടതി ഈ കാര്യത്തിൽ നടുക്കം രേഖപ്പെടുത്തുകയും അന്വേഷണം ഉടനടി CBI ഏൽപ്പിക്കാൻ ഉത്തരവ് വഹിച്ചു. CBIയുടെ അന്വേഷണം ആരംഭിച്ചു എന്ന് നമുക്കറിയില്ല. ഏതായാലും ജനങ്ങൾ ഒട്ടും ശാന്തരല്ല. വലിയ പ്രക്ഷോഭം അവിടെ അരങ്ങേറുകയാണ്. മമതാ ബാനർജി ഡിഫൻസിലായി എന്നാണ് അവർക്ക് സ്തുതി പാടുന്ന പത്രങ്ങളും ചാനലുകളും അടക്കം പറയുന്നു. മമതാ ബാനർജി പറഞ്ഞത് 2-3 ദിവസത്തിനകത്ത് പ്രതികളെ കിട്ടിയില്ലെങ്കിൽ കേസ് CBIക്ക് കൊടുക്കും എന്നാണ്. ഏതായാലും ഒട്ടും തന്നെ കാത്തു നിൽക്കേണ്ട, ഇപ്പം തന്നെ കൊടുത്തോളൂ എന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. കൽക്കട്ട ഹൈക്കോടതിയിലെ പല ന്യായാധിപന്മാരും മമതാ ബാനർജിയോട് തീരെ മമതയില്ലാതെയാണ് കഴിഞ്ഞ കുറേ കാലമായിട്ട് പെരുമാറുന്നത് എന്ന് നമുക്കറിയാം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഹൈക്കോടതിയിൽ നിന്നൊരു പ്രഹരം അവർക്ക് കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിലുപരിയായിട്ട് രാജ്യത്തെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സാക്ഷാൽ രാഹുൽ ഗാന്ധി തന്നെ മമതാ ബാനർജിയെ വിമർശിക്കും. കൽക്കട്ടയിൽ അരാജകത്വമാണ് എന്ന് ഉറക്കെ പറയിച്ചു. BJPയുടെ ആരും പറയാനുമില്ല. BJP ഒരുപാട് കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കൽക്കട്ടയിൽ എന്നല്ല, പശ്ചിമ ബംഗാളിൽ ഒരു സ്ഥലത്തും ക്രമസമാധാനം എന്ന സാധനമേ ഇല്ല. ഈ മമതാ ബാനർജിയുടെ ഭരണത്തിന് കീഴിൽ ഗുണ്ടകാരാജാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് BJPക്കാർ പറയുന്നു. CPMകാർ പറയുന്നു. കോൺഗ്രസും പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ബംഗാൾ ഗവർണർ സാക്ഷാൽ CV ആനന്ദബോസ് ഉച്ചസ്ഥരം പറയുന്നു. അദ്ദേഹം മലയാളത്തിൽ പോലുള്ള ചില ടെലിവിഷൻ ചാനലുകളിൽ പ്രത്യക്ഷപ്പെട്ട് മലയാളത്തിൽ പ്രതികരിച്ചു. ഇവിടെ വലിയ അരാജകത്വമാണ്. നിയമവാഴ്ച എന്നൊരു സാധനം പശ്ചിമ ബംഗാളിൽ ഒരു സ്ഥലത്തുമില്ല, കൽക്കട്ടയിൽ ഒട്ടുമില്ല. ഗുണ്ടകളുടെ പിടിയിലാണ് നഗരമുള്ളത്. ആർക്കും എന്ത് അതിക്രമവും ചെയ്യാം എന്ന സാഹചര്യത്തിലേക്കാണ് പോകുന്നത് എന്ന് പറയുന്നു. മമതാ ബാനർജി അങ്ങനെ വിട്ടുകൊടുക്കുന്ന ആളൊന്നുമല്ല, നമുക്കറിയാം. ഈ അതിക്രമങ്ങൾക്കെതിരായിട്ട് നടക്കുന്ന സമരത്തിൽ അവർ തന്നെ പങ്കെടുത്ത് ആ ജനങ്ങളെ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മമതാ ബാനർജി കൂടി പങ്കെടുക്കുന്ന വമ്പിച്ച പ്രതിഷേധ ജാഥകളാണ് ഇനി കൽക്കട്ടയെ പ്രകമ്പനം കൊള്ളിക്കാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ വഴി രാഷ്ട്രീയത്തിൽ ചില തമാശകളെന്ന് വിചാരിച്ചാൽ മതി. പക്ഷേ കൽക്കട്ടയിൽ നല്ല രാജ്യത്ത് എല്ലാ സ്ഥലത്തും ഏറെക്കുറെ ഇതൊക്കെ തന്നെയാണ് അവസ്ഥ എന്നുള്ളത് വേറെ കാര്യമാണ്. ഇപ്പോൾ ഡൽഹിയിൽ മുമ്പുണ്ടായ നിർഭയ സംഭവം നമുക്കറിയാം. അവിടെ പൊതുസ്ഥലത്ത് വെച്ച് ഒരു പെൺകുട്ടി വലിയ തോതിലുള്ള ശാരീരിക ആക്രമണത്തിന് വിധേയമാകുകയും കൊല ചെയ്യപ്പെടുന്നു. പിന്നീട് പ്രതികളെ അറസ്റ്റ് ചെയ്തു, അവരെ തൂക്കിക്കൊല്ലുകയും ചെയ്തു. പക്ഷേ ഇപ്പോഴും അതിനുശേഷം നമ്മുടെ ക്രിമിനൽ നിയമത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ. ഈ ബലാത്സംഗ കൊലപാതകത്തിനൊക്കെ വധശിക്ഷ നിർബന്ധമായിട്ട് വിധിക്കുന്ന വ്യവസ്ഥകൾ കൂടി കൂട്ടിച്ചേർത്തു. പുതിയതായിട്ട് വന്ന ഭാരതീയ ന്യായ സംഹിതയിലും കടുത്ത ശിക്ഷകളാണ് ഇങ്ങനെയുള്ള കുറ്റങ്ങൾക്ക് വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതൊക്കെ ഉണ്ടായിട്ടും ഈ പ്രതികൾ വീണ്ടും അധികം വൈകാതെ ജാമ്യത്തിൽ ഇറങ്ങി വന്നതിന് ശേഷം വീണ്ടും ഇതൊക്കെ തന്നെ ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. ഇപ്പോൾ ആലുവയിൽ സമീപകാലത്തുണ്ടായ സംഭവത്തിൽ 6 വയസ്സുള്ള ഒരു കുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ ഖലൻ നീജൻ, അവൻ ഇതുപോലുള്ള 3 കേസിൽ വേറെ പ്രതിയായിരുന്നു. ഉത്തർപ്രദേശിൽ നിന്നും ബീഹാറിൽ നിന്നൊക്കെ ജാമ്യത്തിൽ വന്നിട്ടാണ് ഇവിടെ ആലുവയിൽ വന്ന് ഈ കൊലപാതകം ചെയ്തത്. ഇവിടെ പക്ഷേ വളരെ പെട്ടെന്ന് വിചാരണ നടത്തി അയാളെ ശിക്ഷിച്ചു. അയാളിപ്പോൾ മരണശിക്ഷ കാത്തു കഴിയുന്നു. അയാളുടെ റഫറൻസ് ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്നു. ഇതാണ് പുള്ളിയുടെ അവസ്ഥ. അപ്പോൾ ഇങ്ങനെയാണ് മിക്കവാറും ഈ സീരിയൽ കില്ലേഴ്സ്
അല്ലെങ്കിൽ ലൈംഗിക അതിക്രമം ഒരു സ്വഭാവമാക്കി മാറ്റിയ ആളുകളുടെ അവസ്ഥ. ഇങ്ങനെയുള്ള ഒരു സംഭവം തന്നെയാണ് കൽക്കട്ടയിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് നമ്മൾ ഭയപ്പെടേണ്ടിയിരിക്കുന്നു. അതിലും ഭയാനകമായ കാര്യം, സർക്കാർ ആശുപത്രിയിൽ സർക്കാർ ഡോക്ടർമാർക്ക് യാതൊരു സുരക്ഷയും ഇല്ലാതായിരിക്കും. അതാണ് ഇതിൽ ഏറ്റവും ദയനീയമായ വശം. മറ്റേ നിർഭയ കേസിൽ പൊതുനിരത്തിൽ യുവ സുഹൃത്തിൻ്റെ കൂടെ പോകുമ്പോഴാണ് ഈ പെൺകുട്ടിക്ക് ഈ ദുരനുഭവം ഉണ്ടായത്. ഇവിടെ അങ്ങനെയല്ല. ഇത് സർക്കാർ ആശുപത്രിയിൽ സർക്കാർ ഡോക്ടർക്കാണ് ഇങ്ങനെയുള്ള ഒരു വലിയ ദുരനുഭവം ഉണ്ടായത്. ഇപ്പോൾ നമുക്കറിയാമല്ലോ, കൊല്ലത്ത് ഒരു സർക്കാർ ആശുപത്രിയിൽ അവിടുത്തെ ഒരു വനിതാ ഡോക്ടറെ ഒരു മനോരോഗി അല്ലെങ്കിൽ ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ഒരാൾ കുത്തിക്കൊന്ന സംഭവം നമുക്കറിയാം. അതുപോലെയുള്ള സംഭവങ്ങൾ പശ്ചിമ ബംഗാളിലും അരങ്ങേറുന്നു, രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിലും അരങ്ങേറുന്നു. നമ്മളതൊക്കെ കഴിഞ്ഞിട്ട് സ്ത്രീ സുരക്ഷയെക്കുറിച്ച് പ്രസംഗിക്കുന്നു. പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ നിന്ന് പറഞ്ഞ കാര്യത്തിലും സ്ത്രീ സുരക്ഷ ഉണ്ട്. അപ്പോൾ സുരക്ഷയെക്കുറിച്ചുള്ള പ്രസംഗങ്ങൾ ഒരു വഴിക്ക് നടക്കുന്നു, സ്ത്രീകളുടെ നേർക്കുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുന്നു. പിന്നെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഭരണകക്ഷി പ്രതിപക്ഷവും ഒക്കെ ഇത് തന്നെ ആവർത്തിക്കും. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് സന്ദേശ് ഖാലി എന്ന സ്ഥലത്ത് തൃണമൂൽ കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഗൂഢായുസത്തെക്കുറിച്ചുള്ള വാർത്തകൾ വന്നു. ആ വാർത്തകൾ വന്നതിന് ശേഷവും തൃണമൂൽ കോൺഗ്രസിന് തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയൊന്നും ഉണ്ടായില്ല. അവർ കഴിഞ്ഞ തവണത്തേക്കാളും മെച്ചപ്പെട്ട പ്രകടനമാണ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെച്ചത്. അപ്പോൾ അതിനൊരു ആത്മവിശ്വാസത്തിലും കൂടിയാണ് മമതാ ബാനർജി ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇതും കൂടി അങ്ങനെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ ദുരുപയോഗിക്കാം എന്നായിരിക്കും അവർ പരിശ്രമിക്കുക. അതിനുവേണ്ടിയായിരിക്കും അവരുടെ ശ്രമം ഉണ്ടാകുക എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതായാലും ഈ രാജ്യത്തെ സ്ത്രീകളെ ദൈവം തന്നെ രക്ഷിക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.